വചനം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പോൾ സ്തോത്രം പ്രാർത്ഥനയുടെ അത്യാവശ്യം അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ, പ്രാർത്ഥിക്കുന്നത് എത്രയധികം വേണ്ടിയ ഒരു കാര്യമാണ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നോക്കുമ്പോൾ അതിൻ്റെ 12-നകത്ത് വരുന്നതിന് മുമ്പ് അതിൻ്റെ 2-3 വാക്യങ്ങൾ ഡാനിയൽ ചാപ്റ്റർ 10 വേഴ്സ് നമ്പേഴ്സ് 2 and 3 നമുക്കൊന്ന് വായിക്കാം. When this vision came to me, I, Daniel, had been in mourning for 3 whole weeks. All that time I had eaten no rich food, no meat or wine crossed my lips, and I used no fragrant lotions until those 3 weeks had passed. അപ്പം ദാനിയേൽ ഇവിടെ ഒരു തീരുമാനമെടുത്തതിനെക്കുറിച്ച് ദാനിയേൽ പറയുന്നുണ്ട്. ദാനിയേൽ 3 ആഴ്ചക്കാലമായിട്ട് ഇറച്ചിയോ ഭക്ഷണം അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാതെ ദാനിയേൽ വളരെ ഉപവാസത്തിലും ഒക്കെ ഇരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഒരു തരം ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് ദാനിയേൽ ഇവിടെ പറയുന്നത്. അപ്പം ഫാസ്റ്റിംഗ് മാത്രം ചെയ്താൽ പോരാ. ദാനിയേൽ ഇവിടെ പറയുന്നുണ്ട് ഉപവാസത്തിനെക്കുറിച്ച്, ആഹാരം വെടിയുന്നതിനെക്കുറിച്ച്. പൂർണ്ണമായിട്ടുമല്ല, പക്ഷെ പാർഷ്യലി കുറച്ച് ആഹാരം, ചില ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. മീറ്റ് ആൻഡ് വൈൻ ഡിഡ് നോട്ട് ക്രോസ് മൈ ലിപ്സ്. ഇറച്ചിയും വീഞ്ഞും ഞാൻ കഴിച്ചില്ല. ഞാൻ നോ ഫ്രേഗ്രൻറ്റ് ലോഷൻസ്, കണ്ടോ, ബോഡി ക്രീം പോലും അല്ലെങ്കിൽ പെർഫ്യൂംസ് പോലും ഉപയോഗിക്കാതെ ഒരു തരം ഉപവാസം അല്ലേ, ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഉള്ള ഒരു ഉപവാസം. അത് 3 ആഴ്ചയാണ്. ഖനമുള്ള ആഹാരം. ഐ ഹാഡ് ഈറ്റൻ നോ റിച്ച് ഫുഡ്. നല്ല അല്ലെങ്കിൽ ചിലപ്പം റെസ്റ്റോറൻറ്റിൽ പോയി, ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ആഹാരം കഴിച്ചില്ല. അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധയോടെ 3 ആഴ്ചക്കാലം ദൈവസന്നിധിയിൽ ആഹാരം വെടിഞ്ഞും നല്ല ആഹാരങ്ങൾ ഒഴിവാക്കിയും ഒക്കെ ഒരു ഉപവാസം. പക്ഷെ ആ ഉപവാസത്തിൽ മാത്രം ഉൾക്കൊണ്ടില്ല ദാനിയേൽ. നമ്മൾ വേഴ്സ് നമ്പർ 12-ാം വാക്യം വരുമ്പം ദാനിയേൽ ഇങ്ങനെ പറയുന്നു. ദെൻ ഹീ സെഡ്, ഇവിടെ ദൂതനാണ്. ദെൻ ഹീ സെഡ്, ഡോണ്ട് ബി അഫ്രേഡ് ഡാനിയേൽ, സിൻസ് ദ ഫസ്റ്റ് ഡേ യു ബിഗാൻ ടു പ്രേ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടു ഹംബിൾ യുവർ സെൽഫ് ബിഫോർ യുവർ ഗോഡ്, യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ ഹേർഡ് ഇൻ ഹെവൻ. ഐ ഹാവ് കം ഇൻ ആൻസർ ടു യുവർ പ്രേയർ. എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, ദാനിയേൽ, നീ ഏത് ദിവസം തൊട്ട് നീ ദൈവസന്നിധിയിൽ അറിവിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ, നീ ദൈവസന്നിധിയിൽ താണിരുന്നോ, പ്രാർത്ഥനയോടെ നീ താണിരുന്നോ, അന്ന് തൊട്ട് നിൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന്. അപ്പം ദാനിയേലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് 21 ദിവസം തികഞ്ഞപ്പോഴാണ്. ദാനിയേൽ പക്ഷെ ദൈവവചനത്തിനകത്ത് ദാനിയേലിനോട് ദൂതൻ പറയുക, ദാനിയേലെ, നീ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ നീ എളിമപ്പെട്ടപ്പോൾ, നീ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനം എടുത്തപ്പോൾ, അന്ന് തൊട്ട് ഹല്ലേലൂയ നിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടു. ഓ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്നിട്ട് അവിടെ ദൂതൻ പറയാ, ഞാൻ വന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രാർത്ഥനാ വീരന്മാരായി തീരണം. സ്തോത്രം. നമ്മൾ എവിടെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നോ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഹല്ലേലൂയ നമ്മൾ മുട്ടുമടക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ തീരുമാനമെടുക്കുന്നോ, ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യവും നടക്കത്തില്ല, ഒറ്റ കാര്യം ലഭിക്കത്തില്ല. സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം. ഏത് റിലിജ്യനെന്നോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ യേശുവിനെ അറിഞ്ഞവരായിരിക്കുമ്പോൾ, യേശുവിനെ അറിയുന്നതിന് മുമ്പ് പ്രാർത്ഥന കാണും ചിലവർക്ക് പ്രാർത്ഥനയെ കാണത്തില്ല. സ്തോത്രം. ഒരു നല്ലൊരു പ്രാർത്ഥനാ ജീവിതം കുഞ്ഞിലേ തൊട്ടേ
കുഞ്ഞുങ്ങൾക്ക് കെട്ടിപ്പൊക്കി കൊടുക്കാമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിനകത്തൊരു വിഷയം വരുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എന്തു ചെയ്യണം അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കത്തില്ല. അവർ പ്രാർത്ഥിക്കും. ചിലവരെ കണ്ടിട്ടുണ്ട്, അവർ വിഷയങ്ങൾ വരുമ്പം പ്രാർത്ഥിക്കും, നല്ലപ്പോഴും അവർ പ്രാർത്ഥിക്കത്തില്ല, പ്രശ്നമുള്ളപ്പോൾ അവർ പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെയല്ല, 365 ദിവസവും ജീവനോടെ ഭൂമിയിൽ ഇരിക്കുന്ന ആ നാളുകളിലെല്ലാം ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ കയറി, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞത് കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ കയറിയിരിക്കുന്നു. ഞങ്ങളൊക്കെ കർത്താവിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള വീടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ പഠിക്കാൻ പോയപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ കുട്ടികളൊക്കെ അവർ എന്നെപ്പോലെ തന്നെ ഞങ്ങളൊക്കെ ഒരു 16, 17, 18 വയസ്സ് ഉള്ള പിള്ളേരാണ്. പക്ഷേ ആ സമയം പോലും എൻ്റെ കൂടെ ഉള്ളവരും അതിശയിച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതം. അത് പുകഴ്ത്തി പറയുന്നതല്ല, പക്ഷെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വളർത്തിയ രീതിയാണ്. കുഞ്ഞിലെ തൊട്ടേ ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ വളർന്നവരാണ്. സ്തോത്രം. അത് കാരണം ഞങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു കർത്താവ് അത് കാരണമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ചിലവരെ മാറ്റി വെക്കത്തില്ല, തിരഞ്ഞെടുക്കാൻ. ആ ഒരു ജീവിതം നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കൊച്ചു കുഞ്ഞ് അയ്യോ അതിനൊന്നും അറിയത്തില്ല എന്നല്ല, അതുങ്ങളുടെ പിന്നാലെ നടന്ന് അതുങ്ങളെ പ്രാർത്ഥിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനില്ല. തിരുവചനം നമ്മളോട് പറയുന്നത് ഏതു നേരവും ആത്മാവിലായിരിക്കാനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, പേഴ്സണൽ പ്രെയർ ഉണ്ടായിരിക്കണം. ഒരു പ്രാർത്ഥനാ ജീവിതം അടിസ്ഥാനം ജീവിതത്തിനകത്ത് ഇടണം. പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. എത്ര നാൾ കഴിഞ്ഞാലാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ പോകത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞാൻ 10 പ്രെയർ മീറ്റിങ്ങിനകത്ത് കയറി, എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. അങ്ങനെയല്ല. സ്തോത്രം. നമ്മൾ എത്ര പ്രെയർ മീറ്റിങ്ങിന് പോയാലും നമ്മൾക്ക് പേഴ്സണൽ പ്രെയർ ഉണ്ടായിരിക്കണം, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ഒക്കെ വേണം. ഹല്ലേലൂയ. ഈ ദാനിയേലിനെ നോക്കിക്കേ, ദാനിയേലിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ദാനിയേലും കൂട്ടുകാരും ഒരുമിച്ച് അവർ ചില ഭക്ഷണങ്ങൾ വേണ്ട എന്ന് വെച്ചു. അവരവിടെ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലും ദാനിയേലിനൊരു പേഴ്സണൽ പ്രെയർ ലൈഫ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ ദാനിയേലിന് ഒരു പേഴ്സണൽ പ്രെയർ ലൈഫ് ഉണ്ട്. അതുകൊണ്ട് 3 ആഴ്ചക്കാലം കഴിഞ്ഞപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടു. ദാനിയേലിന് 3 ആഴ്ച ഉപവസിക്കുന്നത് കാരണം പേഴ്സണൽ പ്രെയർ വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കാമായിരുന്നു. എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ഉപവസിക്കും. ഉപവസിച്ചിട്ട് അവർ പേഴ്സണലായിട്ട് പ്രാർത്ഥനയൊന്നുമില്ല. അവർ പറയും, സഹോദരി പക്ഷേ ഞാൻ ഉപവസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഉപവാസം ഡിക്ലെയർ ചെയ്ത് ഉപവസിച്ചിട്ട് അവർ ലോകത്തുള്ള സകല പണിയും ചെയ്യും, സകല കാര്യങ്ങളും ചെയ്യും. ദൈവവുമായിട്ട് അല്പസമയം മാറിയിരിക്കത്തില്ല. ഇല്ല, പ്രാർത്ഥിക്കണം. പേഴ്സണൽ പ്രെയർ വേണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് ഒരു രഹസ്യ പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പൊക്കണം. ഹല്ലേലൂയ. നമ്മൾ ഫിലിപ്പിയരുടെ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം, സ്തോത്രം, ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ സഭയെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പറയുകയാണ്, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, instead pray about everything, tell God what you need and thank him for all he has done. കണ്ടോ, ഒരു പേഴ്സണൽ പ്രെയർ ലൈഫിനകത്ത് പ്രാർത്ഥിക്കേണ്ട രീതി പോലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്താണ്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, പകരം എല്ലാത്തിനെക്കുറിച്ചും പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ഒരു വിഷയവുമില്ല, ഒരു കാര്യവുമില്ല. സ്തോത്രം. യേശുവിൻ്റെ കൂടെയുള്ളൊരു ജീവിതം
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഇന്ന് യേശുവിനോട് പറയാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. എല്ലാ രഹസ്യവും യേശുവിനോട് പറയാൻ സാധിക്കും. ജീവിതത്തിനകത്ത് ഏത് മേഖലയോ, നമ്മുടെ ശരീരത്തിനകത്തോ മനസ്സിനകത്തോ ജീവിതത്തിനകത്തോ എന്ത് വേണമെങ്കിലും ഉണ്ടോ, കർത്താവിനോട് പറയാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഒരു ഡോക്ടറിനോട് പറയുന്നതിലപ്പുറം, ഒരു ലോയറിനോട് പറയുന്നതിനപ്പുറം, ഭർത്താവിനോട്, ഭാര്യയോട്, അപ്പനോട്, അമ്മയോട്, മക്കളോട് ഒക്കെ പറയുന്നതിനപ്പുറം എൻ്റെ യേശുവിനോട് പറയാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുക, എല്ലാത്തിനെയും കുറിച്ചും പ്രാർത്ഥിക്കുക. ടെൽ ഗോഡ് വാട്ട് യു നീഡ് ആൻഡ് താങ്ക് ഹിം ഫോർ ഓൾ ഹി ഹാസ് ഡൺ. കർത്താവിനോട് എല്ലാ കാര്യവും, നിങ്ങൾക്ക് ആവശ്യമുള്ള സകലതും പറഞ്ഞ് യേശുവിനോട് നന്ദി പറയണം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം. ഇതൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര നമ്മൾ പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു പ്രാർത്ഥന ജീവിതം വേണം. അല്പസമയം മാറിയിരിക്കണം ദൈവസന്നിധിയിൽ, കർത്താവിനെ സ്നേഹിക്കണം. അവിടെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചെന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കുറേ വിഷയങ്ങൾ നിരത്തി വെക്കുകയല്ല, പക്ഷേ യേശുവിനോട് കൂടെ ഇരുന്ന് യേശുവിനോട് പറയണം, എനിക്ക് അങ്ങയെ ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് ആ ഒരു സമയത്തിന് വേണ്ടി മാത്രമല്ല മാറ്റി വെക്കേണ്ടത്, നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാം, പക്ഷേ മാറിയിരിക്കണം. അത് അത്യാവശ്യമാണ് മാറിയിരിക്കുന്നത്. ഇവിടെ ദാനിയേൽ ആ മാറിയിരുന്നുള്ള പ്രാർത്ഥനയുടെ ആ വലുപ്പത്തിനെ കുറിച്ചാണ് ദാനിയേലിൻ്റെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ മടങ്ങി വരുമ്പോൾ 10-ാം അധ്യായത്തിൽ ചാപ്റ്റർ 10, ഡാനിയേൽ ചാപ്റ്റർ 10 നമ്മൾ മടങ്ങി വരുമ്പോൾ, സ്തോത്രം, ഇവിടെ ഈ ദൂതൻ വന്നിട്ട് ദാനിയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആർ വെരി precious. അതിൻ്റെ 19-ാം വാക്യം, ഡോണ്ട് ബി അഫ്രേഡ് ഫോർ യു ആർ വെരി പ്രഷ്യസ് ടു ഗോഡ്. കണ്ടോ, ദൂതൻ വന്നിട്ട് ദൂതൻ എന്താ പറയുന്നത്? ദൂതൻ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തെ കാര്യങ്ങൾ ദൂതനും പറയുന്നത് ദാനിയേലിനോട് പറയുക, ദാനിയേലെ, നീ ദൈവത്തിന് ഭയങ്കര വിലയേറിയവനാ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവസന്നിധിയിൽ വിലയേറിയ വ്യക്തിയാണ്. ഹി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, സ്തോത്രം, ദൈവം ആലോചന ചോദിക്കാതെ ഒന്നും ചെയ്യത്തില്ല. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, അബ്രഹാമിൻ്റെ കൂടെ നടന്നു, അബ്രഹാമിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഇങ്ങനെ ഒരു കാര്യം പറയുക, അബ്രഹാമിനോട് ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എല്ലാം പറയാം, അബ്രഹാമിനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താ, സോദോം ഗൊമോറ ദേശം നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവം പറയുക, നമുക്ക് അബ്രഹാമിനോട് പറയാം, അല്ലേ, നമുക്ക് അബ്രഹാമിൽ നിന്നൊന്നും മാറ്റി വെക്കണ്ട. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അബ്രഹാം ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അബ്രഹാം ദൈവത്തിനോട് കൂടെ നടന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാത്രം ലഭിച്ചവനല്ല, സ്തോത്രം. പക്ഷേ അബ്രഹാം എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് സംസാരിക്കുകയും എടുക്കുകയും, അത് കാരണം ദൈവത്തിന് അബ്രഹാമിനോട് എല്ലാം വെളിപ്പെടാതെ ഇരിക്കാതെ പറ്റത്തില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ചാപ്റ്റർ 18, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 16 തൊട്ട് ഉള്ള വാക്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ 17-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 17, ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 17, ഷുഡ് ഐ ഹൈഡ് മൈ പ്ലാൻ ഫ്രം എബ്രഹാം. കണ്ടോ, ഞാൻ എൻ്റെ പദ്ധതികൾ അബ്രഹാമിൽ നിന്ന് ഒളിച്ചു വെക്കണോ? വേണ്ട, അല്ലേ. എന്നിട്ട് ദൈവം അബ്രഹാമിനോടെല്ലാം പറയുക. എന്താ പറയാൻ കാരണം? എനിക്ക് തോന്നുന്നു അബ്രഹാം ദൈവവുമായിട്ട് ഒരു നല്ല കൂട്ടായ്മ ആചരിച്ചവനാ. അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ നടന്നവനാ. നമ്മൾ യേശു കർത്താവിനെ നോക്കുമ്പോൾ, യേശു കർത്താവ് എങ്ങനെ എത്ര അത്ഭുതങ്ങൾ ചെയ്താലും എടുത്താലും എന്ത് ചെയ്താലും, ഹല്ലേലൂയ, എത്ര വൈകിയാലും യേശു കർത്താവ് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു. നമ്മൾ എവിടെയൊക്കെ വായിക്കുമ്പോൾ, പലയിടങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് യേശുവിനെക്കുറിച്ച്. യേശു മാറിപ്പോയിരുന്നു, യേശു പ്രാർത്ഥിച്ചു. യേശു രാത്രിയിൽ പോയിരുന്നു, യേശു പ്രാർത്ഥിച്ചു. യേശു മലയിലേക്ക് ഒറ്റയ്ക്ക് പോയിരുന്നു, പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ദൂതന്മാരെ പറഞ്ഞു വിട്ടേച്ച്, അവർക്ക് പോവേണ്ട വഴിയെ പറഞ്ഞു വിട്ടേച്ച് യേശു ഒറ്റയ്ക്ക് പോയി മാറിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥന വളരെ 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 പ്രാധാന്യം. ഇന്ന്
തീരുമാനമെടുക്കണം. ഇന്ന് പലവരും ഹല്ലേലൂയ ഒരു പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അന്നത്തെ കഴിഞ്ഞു, ഞാൻ ബൈബിൾ വായിച്ചതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. പലവർക്കും ഒറ്റയ്ക്ക് ദൈവവുമായിട്ടിരുന്ന് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുപോലും അറിയത്തില്ല. അധികമൊന്നും വാക്കുകളൊന്നും എങ്ങും ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവ് വായിക്കകത്ത് വാക്കുകൾ തരും. സ്തോത്രം. ചിന്തകളെ മാറ്റും. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇട്ടു തരും നമ്മളുടെ അകത്ത്. നമ്മൾ അറിയാതെ നമ്മുടെ നാവ് ചലിച്ചു പോകും. ഹല്ലേലൂയ. വലിയ വാക്കുകളൊന്നും വേണ്ടെന്നേ. കർത്താവിനെ വലിയ വാക്കുകളും കൊണ്ടൊന്നും സുഖിപ്പിക്കാൻ പറ്റത്തില്ല. ഹീ ഈസ് നോട്ട് മൂവ്ഡ് ബൈ ബിഗ് വേർഡ്സ്. നമ്മൾ വലിയ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് ദൈവം എന്തോ പെട്ടെന്ന് നമുക്ക് എന്തോ ഒക്കെ ചെയ്തു തരും എന്നില്ല. ദാനിയേലിൻ്റെ ആ പുസ്തകം ഒന്ന് വായിച്ചേ, ദാനിയേൽ 10 ഒന്ന് വായിച്ചേ. ദൈവസന്നിധിയിൽ നിന്ന് ദൂതൻ വന്നിട്ട് ദാനിയേലിനോട് പറയാ, ദാനിയേലേ, നീ തീരുമാനമെടുത്ത്, നീ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുത്ത് നീ ദൈവസന്നിധിയിൽ നീ എളിമപ്പെട്ടപ്പോൾ ആ സമയം തന്നെ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. കണ്ടോ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ആ സമയം തന്നെ എത്തിയത് കൊണ്ട് ഹല്ലേലൂയ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു അല്ലേ. ദാനിയേൽ 10:12 സിൻസ് ദ ഫസ്റ്റ് ഡേ യു ബിഗാൻ ടു പ്രേ ഫോർ അണ്ടർസ്റ്റാൻഡിങ്, നീ ദൈവസന്നിധിയിൽ നീ അറിവിന് വേണ്ടി ചോദിച്ചപ്പോൾ, ആൻഡ് ടു ഹംബിൾ യുവർ സെൽഫ് ബിഫോർ ഗോഡ്, നീ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടപ്പോൾ. അപ്പം 2 കാര്യങ്ങൾ. ഒന്ന്, ദാനിയേൽ പറഞ്ഞു, കർത്താവേ എനിക്ക് അറിവ് വേണം. എന്തിനെക്കുറിച്ച് അറിവ്? വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു അറിവ് വേണം, എനിക്ക് വെളിപാട് വേണം, എനിക്ക് ദർശനം വേണം, എന്നോട് സംസാരിക്കണം. നീ ദൈവസന്നിധിയിൽ നീ എളിമപ്പെട്ടപ്പോൾ, കർത്താവേ അടിയൻ വന്നു, അടിയൻ ഇതാ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ പ്രാർത്ഥന ആവശ്യം സ്വർഗത്തിൽ കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ചിലപ്പം ദൂതൻ വന്നത് 3 ആഴ്ച കഴിഞ്ഞായിരിക്കും. പക്ഷേ ദൂതൻ പറയുക, നിന്റെ പ്രാർത്ഥന അന്നേ സ്വർഗത്തിൽ കേട്ടു, 1-ാമത്തെ ദിവസമേ സ്വർഗത്തിൽ കേട്ടു. അപ്പം എവിടെ നമ്മൾ തീരുമാനം എടുക്കുന്നു, അപ്പം ഞാൻ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഈ സമയം തൊട്ട് ഡിക്ലെയർഡ് പ്രേയേഴ്സ് അല്ലേ, നമ്മൾ ദൈവസന്നിധിയിലിരിക്കുന്നു. കർത്താവ് നമ്മളുടെ പ്രാർത്ഥന അന്ന് തൊട്ടേ കേട്ടു. പക്ഷെ മറുപടി വരുന്നത് ചില ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. സാരമില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്കറിയാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, എനിക്ക് ഉത്തരം ലഭിച്ചു, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും കാണുന്നത്. ഇറ്റ്സ് ഓക്കെ, പക്ഷേ എനിക്കറിയാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തന്നതിനായി സ്തോത്രം പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കണം, ഞാനൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരും. ഹല്ലേലൂയ. എനിക്ക് പേഴ്സണലായിട്ട് രഹസ്യമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഞാൻ കെട്ടിപ്പൊക്കും. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട് ഇപ്പോഴും അതൊന്നും മാറിയിട്ടില്ല. ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, രാവിലെ 5 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. അന്നൊക്കെ എൻ്റെ അപ്പയും അമ്മയൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കൊളുത്തി രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥിക്കാൻ ഉള്ളൊരു ലൈഫ് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാർത്ഥനയും ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. പക്ഷേ യേശുവിൽ വരുമ്പോൾ ഒരു ഗുണം ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുപാട് സഹായിക്കും നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് ബലം തരും. ക്ഷീണിച്ചു പോകുന്നിടത്ത് നമ്മൾക്ക് ബലം തരും. അത് നമ്മൾക്ക് അല്ലാതെ ഒരു പരിശുദ്ധാത്മാവില്ലാത്ത വിശ്വാസങ്ങളിലൊന്നും നമുക്കത് ലഭിക്കത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ നിലനിൽക്കുന്ന ഈ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് നമ്മൾക്ക് അധികം ഭാരമില്ല, നമുക്കധികം പ്രയാസമില്ല, നമ്മൾ അധ്വാനിക്കേണ്ട പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് നമ്മളെ തുണ നിൽക്കും. അതാ റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിനകത്ത് വചനം പറയുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ എവ്വണ്ണം എന്നറിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ബലഹീനതയ്ക്കകത്ത് തുണ നിൽക്കും. എങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പരിശുദ്ധാത്മാവിനോട് പറയണം, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പം എനിക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ എനിക്ക്
ക്ഷീണം വരും, എൻ്റെ ശ്രദ്ധ ഓടിപ്പോകും, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പരിശുദ്ധാത്മാവിനോട് ഓപ്പണായിട്ട് പറയണം. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആകും. എന്തൊക്കെയാണോ കുറവുള്ളത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം. ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു വന്നവരായിട്ട് പോലും ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനിടയായി. ആദ്യ കാലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ ഞാനൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, ഇതെന്തൊരു പരിപാടിയാണ്, ഞങ്ങളൊക്കെ നാമം ജപിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയിട്ടില്ല, എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ യേശുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. പിന്നെ പലവരും പറഞ്ഞു അത് എന്താ പ്രാർത്ഥിക്കാതിരിക്കാതെ വണ്ണം ഉള്ള ശല്യങ്ങൾ ഉണ്ടാവുന്നതാണെന്ന്. പക്ഷെ വിട്ടുകൊടുത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപാട് നാളുകൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരത്തില്ല, പക്ഷേ വചനം കേൾക്കാനിരിക്കുമ്പോഴോ ഒക്കെ ഉറക്കം വരുമായിരുന്നു, ബൈബിൾ വായിക്കാനിരിക്കുമ്പോഴൊക്കെ ഉറക്കം വരുന്നത്. പക്ഷേ ഐ വാസ് ഓണസ്റ്റ്. ഞാൻ ദൈവമായിട്ട് ഇരുന്നപ്പം ഓപ്പണായിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ഉറങ്ങണ്ട, എനിക്ക് ഇഷ്ടമില്ല ഉറങ്ങുന്നത്, എനിക്ക് അങ്ങയുടെ വചനം കേൾക്കണം, എനിക്ക് വചനം വായിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ഉറക്കം വേണ്ട. കർത്താവിനോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കർത്താവിനോട് എല്ലാം പറയാം അല്ലേ? വചനം നമ്മളോട് പറയുന്നു, എല്ലാം നമുക്ക് പറയാം. അന്നൊന്നും ഈ വചനം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ വചനം എന്താ പറയുന്നത്? ഫിലിപ്പിയരുടെ 4, ടെൽ ഹിം എവ്രിതിങ്, എല്ലാം പറയുക കർത്താവിനോട്. ഞാൻ പറഞ്ഞിട്ട് പല നാളുകൾ കർത്താവിനോട് പറഞ്ഞിട്ട്, കർത്താവേ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ വചനം വായിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ ഉറക്കം എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥനയ്ക്ക് തുണ നിന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ഹല്ലേലൂയ. ഇന്ന് ഏത് വിഷയമാണോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ? ഫോൺ കോൾസ് വരുന്നുണ്ടോ? വേറെ ഒരു സമയവും ഇല്ലാത്ത ഫോൺ കോൾസ് അന്നേരം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സമയം ആരെങ്കിലുമൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടോ? കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് പറ്റുന്നില്ല, എനിക്കിരിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങയുമായിട്ടിരിക്കണം, എനിക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് വേണ്ട, എനിക്ക് ഈ ഉറക്കം വേണ്ട, എനിക്ക് ഈ അസ്വസ്ഥതകൾ വേണ്ട, എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് ജാഗ്രതയോടെ എനിക്കിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ? ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ പ്രെയർ ലൈഫ് പണിതെടുക്കണം. ഹല്ലേലൂയ. നമ്മളുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഹല്ലേലൂയ നല്ലൊരു പ്രാർത്ഥനാ ജീവിതമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്നിടത്ത് ഹല്ലേലൂയ ദൈവമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പറ്റാതെ പോകുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ഒരു അവസരം ഉണ്ടാക്കി തരട്ടെ. ഹല്ലേലൂയ. ബലപ്പെടുത്തട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോവട്ടെ. ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നിടത്ത് ഉറക്കം വരുന്നവർ ഒന്നൊരു കരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ദൈവമായിട്ട് തുറന്ന്, ഇന്ന് ആരുടെയും മുമ്പിലല്ല നിൽക്കുന്ന, ദൈവസന്നിധിയിൽ ലജ്ജ കൂടാതെ ഒന്ന് കരമുയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നവർ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നവർ, പല ചിന്തകൾ കയറി വരുന്നവർ, മനസ്സോടിപ്പോകുന്നവർ ഒക്കെ ഒരു കരമൊന്ന് പൊക്കിക്കേ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞേ, കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് വേണ്ട ഈ ജഡത്തിൻ്റെ പ്രവൃത്തി, എനിക്ക് ഈ ജഡത്തിൻ്റെ ഉറക്കം, ജഡത്തിൻ്റെ ക്ഷീണം, ജഡത്തിൻ്റെ ഡിസ്ട്രാക്ഷൻസ്, ഹല്ലേലൂയ, ജഡത്തിൻ്റെ ബലഹീനത, ഇതൊന്നും എനിക്ക് വേണ്ട, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്നവർ, അവരൊന്ന് ഒരു കരം ഉയർത്തിക്കേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വാക്കുകൾ ഇട്ടുകൊടുക്കണം, സ്വർഗീയ വാക്കുകൾ ഇട്ടുകൊടുക്കണം അപ്പ. ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥിക്കാനിരിക്കുന്നവിടുത്തെ ക്ഷീണം വരുന്നവർ, പല ചിന്തകൾ കയറി മൂടുന്നവർ, പരിശുദ്ധാത്മാവെ അങ്ങനെയുള്ളവരെ സഹായിക്കണം യേശുപ്പ. ഹല്ലേലൂയ. ചിന്തകളെ മാറ്റി സ്വർഗീയ ചിന്തകൾ ഇട്ടുകൊടുത്ത് ഹല്ലേലൂയ അവരുടെ തോട്ട്സ് ദൈവത്തിൻ്റെ തോട്ട്സുമായിട്ട് അലൈൻ ചെയ്യുവാൻ കർത്താവെ സഹായിക്കണം. പ്രാർത്ഥിക്കാനിരിക്കുന്നവർ ഹല്ലേലൂയ നിരാശ കൊണ്ട് നിറയുന്നവർ, കുറ്റബോധം കൊണ്ട് നിറയുന്നവർ ഒന്നൊരു കരം പൊക്കിക്കേ. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. യേശുവിൻ്റെ പരമയാഗത്താൽ ഞാൻ വിടുവിക്കപ്പെട്ട വ്യക്തിയാണ്. യേശുവിൻ്റെ പരമയാഗത്താൽ എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞതാ. ഇനി എനിക്ക് ആ കുറ്റബോധം വേണ്ട. നിരാശപ്പെടുത്തുന്ന ആ കുറ്റബോധം ഒന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവെ അങ്ങ് ഇട്ടുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഇന്ന് പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളുടെ മേൽ മറുപടി കിട്ടാത്തവർ ഒന്നൊരു കരം പൊക്കിക്കേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഹല്ലേലൂയ, ഇന്ന് ഈ കരം പൊക്കിയിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങളിന്ന് വചനം കേട്ടതുപോലെ തന്നെ
ദാനിയേലിനോട് ദൂതൻ വന്ന് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ സ്വർഗം കേട്ടു, ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് തടസ്സങ്ങൾ ഉരുകി മാറിപ്പോയി പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത് കാണാനിടയാവട്ടെ. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തടസ്സങ്ങൾ മാറിപ്പോവട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിൻ്റെ വഴിയിലുള്ള തടസ്സങ്ങൾ ഉരുകി മാറിപ്പോവട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ യുദ്ധം മനുഷ്യരോടല്ല, ഞങ്ങളുടെ യുദ്ധം വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ്. ഹല്ലേലൂയ. ജഡരക്തങ്ങളോടല്ല, പക്ഷേ വാഴ്ചകളോടും അധികാരങ്ങളോടും ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികളോടും ഇന്ന് ഹല്ലേലൂയ അന്ധകാര ശക്തികളും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു മാറിപ്പോയിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവ് സഹായിക്കണം. ഒരു പേഴ്സണൽ പ്രെയർ ലൈഫ് കെട്ടിപ്പൊക്കുവാൻ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.